ഹലോ എവരിവൺ. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ലിങ്കേജ്, എന്താണ് റീകോമ്പിനേഷൻ, എങ്ങനെയാണ് ലിങ്ക്ഡ് ജീൻസിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പാർട്ട് 2 ടി എച്ച് മോർഗന്റെ അനാലിസിസ് എന്താണ്, ടി എച്ച് മോർഗന്റെ എക്സ്പെരിമെന്റിൽ അതുപോലുള്ള റിസൾട്ട് കിട്ടാനുള്ള കാരണം, എന്തുകൊണ്ടാണ് പാരന്റൽ പെർസെന്റേജ് ഇത്രയധികം 98.7% പാരന്റൽ ഓഫ്സ്പ്രിങ് കിട്ടാനുള്ള കാരണം എന്നുള്ള ഒരു അനാലിസിസ് ആണ്. ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടി എച്ച് മോർഗന്റെ ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് കിടക്കാം. അപ്പോ ടി എച്ച് മോർഗൻ ചൂസ് ചെയ്ത് ഒരു ടൈപ്പ് ക്രോസ്, 2 ക്രോസ് ആണ് കണ്ടക്ട് ചെയ്തത്. അതിന് നമ്മൾ ക്രോസ് എ എന്നും ക്രോസ് ബി എന്നും വിളിക്കും. ഒന്നാമത്തെ ക്രോസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്ത ക്യാരക്ടർ ഒന്ന് ബോഡി കളറാണ്. 2 ടൈപ്പ് ബോഡി കളർ ആണുള്ളത്. ബ്രൗൺ ബോഡി കളർ ആയിട്ടുള്ള ആളുമുണ്ട് ആൻഡ് യെല്ലോ ബോഡി കളർ ആയിട്ടുള്ള ആളുമുണ്ട്. അപ്പോ മോർഗൻ ചൂസ് ചെയ്ത് മെയിൽ ഡ്രോസോഫില എന്ന് പറയുന്നത് ബ്രൗൺ ബോഡി ആയിരുന്നു, ഫീമെയിൽ ഡ്രോസോഫില എന്ന് പറയുന്നത് യെല്ലോ ബോഡി ആയിരുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഐ കളറാണ്. ഐ കളറ് റെഡ് കളറുള്ള റെഡ് ഐ കളർ ഉണ്ട്, അതുപോലെ വൈറ്റ് ഐയും ഉണ്ട്. ക്ലിയർ? ചൂസ് ചെയ്ത മെയില് റെഡ് ഐയുമായിരുന്നു ആൻഡ് ഫീമെയില് വൈറ്റ് ഐയും ആയിരുന്നു. ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ള അല്ലീൽസ് എന്ന് പറയുന്നത് ബ്രൗൺ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന Y+ എന്ന് പറഞ്ഞ അല്ലീലും അതുപോലെ റെഡ് ഐനെ കൺട്രോൾ ചെയ്യുന്ന W+ എന്ന് പറയുന്ന അല്ലീലും ആണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇവര് വൈൽഡ് ടൈപ്പ് ആണ്, വൈൽഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ കാണുന്ന ആളാണ്. ആൻഡ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള അല്ലീൽസിനെയാണ് നമ്മൾ മ്യൂട്ടന്റ് ടൈപ്പ് എന്ന് പറയുക. ലാബിന്റെ അകത്ത് ഈ മോർഗൻ 2 വർഷം പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഉണ്ടായ മ്യൂട്ടേഷൻ കാരണം ഉണ്ടായ പുതിയ അല്ലീലാണ് ഈ യെല്ലോ ബോഡി കളറും അതുപോലെ വൈറ്റ് ഐ കളറും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി മോർഗന് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബ്രൗൺ ബോഡി കളർ, അതായത് ബോഡി കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനും റെഡ് കളർ അതായത് ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനും ഒരേ ക്രോമസോമിലാണ് വരുന്നത് എന്നും, അതായത് ഈ 2 ജീൻസ് ആർ ലിങ്ക്ഡ് അതും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് ക്രോമസോമിലാണ് വരുന്നത് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. അത് എങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ളത് NCERT പറയുന്നില്ല. അതിന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ അതിന് തരാം. അതായത് ഞാൻ പറഞ്ഞു റെഡ് ഐ കളറുള്ള വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള ഡ്രോസോഫിലയെയും അതുപോലെ വൈറ്റ് ഐ കളറുള്ള മ്യൂട്ടന്റ് ഡ്രോസോഫിലയും തമ്മിൽ ക്രോസ് ചെയ്തു. അതിലെ മെയില് റെഡ് ഐയും അതുപോലെ തന്നെ ഫീമെയില് വൈറ്റ് ഐയുമായിരുന്നു. ഇവരെ തമ്മിൽ റെസിപ്രോക്കൽ ക്രോസ് ചെയ്യിപ്പിച്ചു. അതായത് സെക്സ് മാറ്റി. മെയില് റെഡ് ഉണ്ടായിരുന്നത് ഇപ്പൊ മെയില് വൈറ്റും, അതുപോലെ നേരത്തെ ഫീമെയില് വൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ റെഡും ആയിട്ട് തിരിച്ചും ക്രോസ് ചെയ്തു. അപ്പൊ ഈ 2 റെസിപ്രോക്കൽ ക്രോസുകൾ തമ്മിലുള്ള F1 ജനറേഷനിലും അതുപോലെ F2 ജനറേഷനിലുമുള്ള ഫീനോടൈപ്പുകൾ നോക്കി സിഗ്നിഫിക്കന്റ് ആയിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ മോർഗന് മനസ്സിലായി ഈ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ ഉള്ളത് സെക്സ് ക്രോമസോമിലാണ് എന്നുള്ളത് മനസ്സിലായി. അതുപോലെ മനസ്സിലാക്കിയ കാര്യമാണ് സെക്സ് ക്രോമസോമിൽ തന്നെയാണ് ബോഡി കളർ ആണെന്നുണ്ടെങ്കിലും സെക്സ് ക്രോമസോമിൽ തന്നെയാണ് വിങ്ങിനെ സൈസിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എല്ലാം ഉള്ളത് എന്നുള്ളത് ഈ റെസിപ്രോക്കൽ ക്രോസ് നടത്തി നോക്കിയിട്ടാണ് മനസ്സിലായത്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഒരു ഫർദർ എക്സ്പ്ലനേഷൻ അതിന് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അക്കോർഡിംഗ് ടു NCERT നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് മോർഗന് ആദ്യമേ ബോധ്യമുണ്ടായിരുന്നു എന്ത്, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി കളറിനെയും ഐ കളറിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസ് എക്സ് ക്രോമസോമിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സ് ക്രോമസോം ആണ് ഇവിടെ വരച്ചത് ആൻഡ് ഈ കാണുന്നത് ഒരു വൈ ക്രോമസോം ആണ്. നോക്ക്, ഡ്രോസോഫിലേന്റെ അകത്ത് 8 ക്രോമസോം ആണുള്ളത്. 4 പെയർ ക്രോമസോം ആണുള്ളത്. അതില് 3 പെയർ ഓട്ടോസോംസും 3 പെയർ ഓട്ടോസോംസ് എന്ന് പറഞ്ഞാൽ 6 ഓട്ടോസോംസും പിന്നെ 2 സെക്സ് ക്രോമസോം. അത് XY ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ആരാണ്? മെയിലാണ്. അതുപോലെ 6 ഓട്ടോസോമും XX ക്രോമസോമും ആണ് എങ്കിൽ ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. അപ്പൊ ഫീമെയിൽ XX ടൈപ്പ് ആണ്,
ആൻഡ് മെയിൽ എന്ന് പറയുന്നത് XY ടൈപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി എടുത്തത് മെയിൽ ആയിട്ടുള്ള ആള് എന്താണ്, ബ്രൗൺ ബോഡി റെഡ് ഐഡ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ മെയിൽ എന്ന് പറയുന്നത് ഇയാള് XY ടൈപ്പ് ആണല്ലോ. അപ്പം ഞാൻ അയാളുടെ X ക്രോമസോമും Y ക്രോമസോമും ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി മോർഗൻ ഓൾറെഡി എന്തറിയാമെന്ന് ഞാൻ പറഞ്ഞു, ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനും X ക്രോമസോമിലാണ് ഉള്ളത്. സോ നോക്ക്, ബ്രൗൺ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന ഈ Y+ എന്ന് പറഞ്ഞ അല്ലീല് X ക്രോമസോമിലാണുള്ളത്. ഇതല്ലേ X ക്രോമസോം, ദിസ് ഈസ് X ക്രോമസോം, ദിസ് ഈസ് Y ക്രോമസോം. ഇനി ഇവിടെ റെഡ് ഐനെ കൺട്രോൾ ചെയ്യുന്ന അല്ലീല് ഈ പറയുന്ന X ക്രോമസോമിലാണുള്ളത്. അപ്പൊ ഞാൻ പറയും ഈ രണ്ട് അല്ലീലുണ്ടല്ലോ, ഈ രണ്ട് ജീന് ബ്രൗൺ ബോഡിയും അതുപോലെ റെഡ് ഐ, ഈ രണ്ട് ജീൻസ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അത് ഒരേ ക്രോമസോമില് രണ്ട് ജീൻസ് വന്നാൽ നമ്മൾ പറയും ലിങ്ക്ഡ് ജീൻസ്. ഇത് ലിങ്ക്ഡ് ജീൻസ് ആണ്. ഏത് ക്രോമസോമിലാ വരുന്നത്? X ക്രോമസോമിലാണ് വരുന്നത്. സോ ദേ ആർ കോൾഡ് X ക്രോമസോമില് വരുന്ന ലിങ്ക്ഡ് ജീൻസ്. X ലിങ്ക്ഡ് ജീൻസ് ആണ് എന്നുള്ളത് മോർഗൻ അറിയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എടുത്തത് എന്താണ്? ഫീമെയിൽ ആണ്. ഫീമെയിലിന്റെ യെല്ലോ ബോഡിയാണ്. സോ Y എന്ന് പറയുന്ന അല്ലീല്, വൈറ്റ് ഐ ആണ് W എന്ന് പറയുന്ന അല്ലീല്. അത് മ്യൂട്ടന്റ് ആയതുകൊണ്ട് അതിന് പ്ലസ് ഇല്ല. ഓക്കെ. ഇതെന്ന് പറയുന്നത് എന്താണ്? റെസസീവ് ആണ്. ഈ ആള് റെസസീവ് ആണ്. ക്ലിയർ അല്ലേ? ഈ ആൾ എന്ന് പറയുന്നതോ, ഈ ആള് ഡോമിനന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ തർക്കമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പം XX എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും, XY എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും, നമ്മുടെ മനുഷ്യന്മാരിലൊക്കെ പോലെ തന്നെ. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഫസ്റ്റ് പാരന്റ്സിനെ മനസ്സിലാക്കിയാൽ പിന്നെ അവരുടെ ഗമീറ്റ് ഫോർമേഷൻ മനസ്സിലാക്കണം. ഓക്കെ. ഈ ഗമീറ്റ് രണ്ട് ടൈപ്പ് ഗമീറ്റ് ആവും ഇവിടെ ഉണ്ടാവുക, ശരിയല്ലേ? ഇവിടെ രണ്ട് ടൈപ്പ് ഗമീറ്റ് ആണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്ന സ്പേം എന്ന് പറയുന്നത് ഒന്ന് ഈ X ഈ ക്രോമസോം വരുന്ന ഒരു ടൈപ്പ് സ്പേമും ഉണ്ടാവും, അതുപോലെ ഈ Y ക്രോമസോം വരുന്ന ടൈപ്പ് സ്പേമും ഉണ്ടായിരിക്കും, ശരിയല്ലേ? അത് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. രണ്ട് ടൈപ്പ് ഗമീറ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. അതിൽ ഒരു ടൈപ്പ് ഗമീറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. ഒരു ടൈപ്പ് ഗമീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? X ഗമീറ്റ് ആയിരിക്കും. ഇനി മറ്റൊരു ടൈപ്പ് ഗമീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Y ക്രോമസോമുള്ള ഗമീറ്റ് ആയിരിക്കും, ശരിയല്ലേ? Y ക്രോമസോമുള്ള ഗമീറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ രണ്ട് സ്പേം ആണ് ഉണ്ടാവാനുള്ള സാധ്യത. ഇനി ഈ ഒരു ഫീമെയിൽ ഡ്രോസോഫിലയുടെ ഗമീറ്റ് നമുക്ക് എഴുതണമല്ലോ. ഫീമെയിൽ ഡ്രോസോഫിലയുടെ ഗമീറ്റ് നമുക്ക് എഴുതണം. ഫീമെയിൽ ഡ്രോസോഫിലയില് ഒരു പെയർ ക്രോമസോം ആണുള്ളത്, സെയിം ആയിട്ടുള്ള പെയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ സെയിം ആയിട്ടുള്ള പെയറാണ്, സെയിം ക്രോമസോം, രണ്ട് ഒരേ ജീനാണുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് ഗമീറ്റിലേക്ക് വന്നാലും ഇത് ഗമീറ്റിലേക്ക് വന്നാലും ഒരേ ഗമീറ്റ് അല്ലേ? അപ്പൊ സിംഗിൾ ടൈപ്പ് ഗമീറ്റ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം, ശരിയല്ലേ? യെസ്. അപ്പം എന്ത് ഗമീറ്റ് ഉണ്ടാവുക? ഇവിടെ ഒരു സിംഗിൾ ടൈപ്പ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്ക്, ഈ മെയിലിൽ നിന്നുവാണെങ്കിൽ രണ്ട് ഡിഫറെന്റ് സ്പേം ഉണ്ടാവും. ഈ ഫീമെയിൽ നിന്നുവാണെങ്കിൽ ഒരു സിംഗിൾ ടൈപ്പ് എഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടി എങ്ങനെയാണ് എന്നുള്ളതല്ലേ നോക്കണ്ടേ? ഇവരുടെ കുട്ടി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഇവർ തമ്മിൽ ഇങ്ങനെ ഫ്യൂസ് ചെയ്യിക്കുക. അപ്പം XX എന്ന് പറയുന്ന ഒരു ഫീമെയിൽ കുട്ടി ഉണ്ടാവും. ഇവരിങ്ങനെയാണെങ്കിലോ ഒരു XY അല്ലെ, ഒരു XY എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഫീനോടൈപ്പ് നമ്മൾ എഴുതണം, ശരിയല്ലേ? അപ്പം ഈ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് സ്പേം നമ്മൾ എടുത്തു. എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രോമസോമും ഈ ഒരു ക്രോമസോമുമാണ് കുട്ടിക്ക് കിട്ടുക. ആ രണ്ട് ക്രോമസോമാണ് കിട്ടുക എങ്കിൽ ഈ ഒരു ക്രോമസോം കിട്ടി, ആൻഡ് അമ്മ കൊടുത്ത് ഈ ഒരു ക്രോമസോമും കിട്ടി, ശരിയല്ലേ? അപ്പൊ ഇവിടെ കുട്ടി XX ആണല്ലോ, കുട്ടി XX ആണ്. XX എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, ഇതിലെ Y+ എന്ന് പറയുന്നത് ബ്രൗൺ ബോഡിയാണ്, അയാൾ ഡോമിനന്റ് ആണ്. ആൻഡ് W+ എന്ന് പറയുന്നത്
റെഡ് ആണ്, അയാള് ഡോമിനന്റ് ആണ്. അപ്പൊ ഡോമിനന്റും റെസസീവും വന്ന ആര് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ? ഡോമിനന്റ് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഉണ്ടായ ഫീമെയിൽ എന്ന് പറയുന്ന ആളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Y പ്ലസും അതേപോലെ W പ്ലസും ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. Y പ്ലസും W പ്ലസും ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്കിൽ ബ്രൗൺ ബോഡിയുമായിരിക്കും ആൻഡ് റെഡ് ഐയും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് ഒരു പാരന്റൽ ടൈപ്പ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ ഉണ്ടാവുന്ന അടുത്ത ടൈപ്പ് കുട്ടി എന്ന് പറയുന്നത് എന്ത് കുട്ടി ഉണ്ടാവാനാണ് സാധ്യത? ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു കുട്ടി ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. യെസ്, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ കുട്ടി? ഈ ഫീമെയിലിൽ നിന്നും എക്സ് ക്രോമസോം വന്നു, ഫീമെയിലിൽ നിന്നും എക്സ് ക്രോമസോമും വന്നു, അതുപോലെ മെയിലിൽ നിന്നും Y ക്രോമസോമും പോയിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് എന്ത് ടൈപ്പ് കുട്ടിയായിരിക്കും? XY എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൽ ആയിരിക്കുമല്ലോ. മെയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇനി ഈ കുട്ടിയുടെ ഫീനോടൈപ്പ് എഴുതണം. ഈ നോക്കടാ, എക്സ് എന്ന് പറയുന്ന ക്രോമസോമിന് ഹോമലോഗസ് പെയർ അല്ല Y. അപ്പൊ എക്സ് ക്രോമസോമിന്റെ മുകളിൽ ഒരു അല്ലീൽ ഉണ്ട്, അതിന് മറ്റൊരു അല്ലീൽ ഇല്ല അല്ലെ? ഒരു ഹോമലോഗസ് പെയർ അതിനില്ല. അപ്പൊ ഇവിടെ റെസസീവ് ആണെന്നുണ്ടെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ ഒരു ഡോമിനന്റ് അല്ലീൽ അതിന് കൂടെ ഇല്ല. അപ്പൊ ഏത് അല്ലീലാണോ ഇവിടെ ഉള്ളത്, ഏത് ജീനാണോ ഇവിടെ ഉള്ളത്, ആ ജീൻ അതുപോലെ അങ്ങ് എക്സ്പ്രസ് ചെയ്യും. മനസ്സിലായോ? കാരണം ഇത് എക്സ് ക്രോമസോമിലാണ് ഈ ജീൻ ഉള്ളത്. അതിന്റെ കൂടെ വന്നത് ആരാ? Y ക്രോമസോമാ. Y ക്രോമസോമിന്റെ മുകളിൽ എക്സ് ക്രോമസോമിന്റെ മുകളിലുള്ള ജീനാണോ ഉള്ളത്? ഹോമലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് അല്ല. അതുകൊണ്ട് തന്നെ ഏത് അല്ലീലാണോ ഇവിടെ ഉള്ളത് അത് നേരെ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇവിടെ ഏത് അല്ലീലാണുള്ളത്? Y-യും W അല്ലേ? Y എന്ന് പറയുന്നത് യെല്ലോ ബോഡി, W എന്ന് പറയുന്നത് വൈറ്റ് ഐസ്. അത് റെസസീവ് ആണെങ്കിലും അതുപോലെ അങ്ങ് എക്സ്പ്രസ് ആവും. അപ്പൊ ഉണ്ടാവുന്ന കുട്ടി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് കുട്ടിയായിരിക്കും? Y-യും W-യും ആയിരിക്കും. അതായത് വൈറ്റ് ബോഡിയും യെല്ലോ ബോഡിയും വൈറ്റ് ഐയും ഉള്ള ഒരു ആൺകുട്ടിയായിരിക്കും ഉണ്ടായത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ജനറേഷൻ ആണ് F1 ജനറേഷനിൽ നമ്മൾ കണ്ടത്. ക്ലിയർ? ഇനി F1 ജനറേഷനിൽ ഇപ്പം പെൺകുട്ടിയും ഉണ്ടായിട്ടുണ്ട്, ആൺകുട്ടിയും ഉണ്ടായിട്ടുണ്ട്. ഇനി മെന്റലിന്റെ അതുപോലത്തെ ക്രോസ് ആണ് ഇവിടെ നടത്താനുള്ളത്. F1 ജനറേഷനിലെ സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ടാണ് F2 ജനറേഷൻ ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടെ നമ്മൾ F1 ജനറേഷനിൽ ഉണ്ടായ ഈ പെൺകുട്ടിയെ ഈ ആൺകുട്ടിയുമായിട്ട് മെയ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക. അതായത് ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിൽ മെയ്റ്റ് ചെയ്യിക്കും. അതിനെയാണ് നമ്മൾ ഇന്റർ ക്രോസിംഗ് എന്ന് പറയാം. ഇന്റർ ക്രോസിംഗ് നടത്തും. ഓക്കെ. അപ്പൊ ഈ ഇന്റർ ക്രോസിംഗ് നടത്തിയിട്ടാണ് F2 ജനറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഇന്റർ ക്രോസിംഗ് നടത്തുമ്പോൾ നമ്മൾ അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്തത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഫീമെയിലിൽ നിന്നും ഉണ്ടാവുന്ന ഗമീറ്റ്സ് നമ്മൾ എഴുതണം. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ എന്താ എഴുതേണ്ടത്? മെയിലിൽ നിന്നും ഉണ്ടാവുന്ന ഗമീറ്റ് നമ്മൾ എഴുതണം. നോക്ക്, മെയിലിൽ നിന്നുള്ള ഗമീറ്റ് ഈ പറയുന്ന എക്സും വൈയും ആയതുകൊണ്ട് നോൺ ഹോമലോഗസ് ആയതുകൊണ്ട് രണ്ട് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവുള്ളൂ. എന്താ? ഒരു ടൈപ്പ് സ്പേമിന്റെ അകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? എക്സ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ടൈപ്പ് സ്പേമിന്റെ അകത്ത് വൈ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ ഫീമെയിലിന്റെ അകത്ത് വരികയാകുമ്പം നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്, ജെനറ്റിക് റീകോമ്പിനേഷൻ നടക്കും. അപ്പം ഇതുപോലത്തെ ഒരു ക്രോമസോം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗമീറ്റ് ഉണ്ടാവും, അതേപോലെ ഈ ഒരു ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. ആൻഡ് ഇവര് തമ്മിൽ ജെനറ്റിക് റീകോമ്പിനേഷൻ നടന്നതിന് ശേഷമുള്ള ഗമീറ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഫീമെയിലിന്റെ അകത്ത് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗമീറ്റ് പോസിബിൾ ആണ്. മെയിലിന്റെ അകത്ത് നോൺ ഹോമലോഗസ് ആയതുകൊണ്ട് തന്നെ ഒരു 2 ടൈപ്പ് സ്പേം മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഫീമെയിലിന്റെ അകത്ത് ഉണ്ടാവുന്ന പോസിബിൾ ഗമീറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നോക്ക്, ഇതാണല്ലോ ഫീമെയിലിന്റെ അകത്തുള്ള ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇവര് ഗമീറ്റ് ഫോം ചെയ്യുമ്പോൾ മയോസിസ് ആണ് നടക്കുക. മയോസിസിന്റെ എസ് ഫേസ് ആവുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ ഇന്റർഫേസിൽ അവരുണ്ടാവുക. ഇന്റർഫേസിൽ ഡ്യൂറിങ് ഇന്റർഫേസ് ഇതുപോലെയാണ്. ഇപ്പൊ നമ്മൾ കണ്ട ഇന്റർഫേസിന്റെ സമയത്ത് ഇതുപോലെയാണ് ആ ഫീമെയിലിന്റെ അകത്തുള്ള ക്രോമസോംസ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ഇനി എസ് ഫേസിന്റെ സമയത്ത് എസ് ഫേസ് കഴിയുമ്പോൾ ആഫ്റ്റർ
എസ് ഫേസ്. എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്താൽ അവിടെ ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പൊ നോക്ക്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടായി. ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. എന്നിട്ട് പിന്നെ എന്ത് തുടങ്ങാണ്? മയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. മയോസിസ് 1ന്റെ പ്രോഫേസ് 1ല് ക്രോസ് ഓവർ നടക്കും. ശരിയല്ലേ? ഏത് സമയത്താണ് നടക്കുക? ക്രോസ് ഓവർ നടക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഏത് ഫേസിലാണ്? പ്രോഫേസ് 1ന്റെ സമയത്താണ് ക്രോസിംഗ് ഓവർ നടക്കുക. ഈ ക്രോസിംഗ് ഓവർ നോക്ക് നടക്കുന്നത് ആര് തമ്മിലാ? ഹോമലോഗസ് ക്രോമസോംസിൽ തന്നെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അങ്ങനെ പ്രോഫേസ് 1ല് ക്രോസിംഗ് ഓവർ നടന്നു. ആഫ്റ്റർ ക്രോസിംഗ് ഓവർ ആണ് നമ്മൾ ഈ കാണുന്ന ആഫ്റ്റർ ക്രോസിംഗ് ഓവർ ആണ് നമ്മൾ ഈ താഴെ കാണുന്ന പോലത്തെ ഹോമലോഗസ് ക്രോമസോംസ് കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? ഇനി അനാഫേസ് 2ന്റെ സമയത്ത് ഈ പറയുന്ന സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എല്ലാം സെപ്പറേറ്റഡ് ആവും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയതിനു ശേഷം ക്രോസ് ഓവർ ഒന്നും നടക്കാത്ത ഗമീറ്റ്സ് ഉണ്ടാവും. ക്രോസ് ഓവർ നടന്ന 2 ഗമീറ്റ്സ് ഉണ്ടാവും. അപ്പം 4 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. ഇതുപോലത്തെ ഒരു ഗമീറ്റ്, ഇതുപോലത്തെ ഒരു ഗമീറ്റ്, ഇതുപോലത്തെ ഒരു ഗമീറ്റ് ആൻഡ് ഇതുപോലത്തെ ഗമീറ്റ്. ക്ലിയർ ആണല്ലോ? ഈ 4 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് ഫീമെയിലിൽ ഉണ്ടാവും. ഓക്കെ, മെയിലിൽ എന്ത് ഗമീറ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ത് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവുക? ഒരു എക്സ് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും ആൻഡ് ഒരു വൈ ടൈപ്പ് ഗമീറ്റും ഉണ്ടാവും. ഇവിടെ 4 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. അപ്പം 4 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് ഇവിടെ ഉണ്ടാവും, 2 ടൈപ്പ് ഡിഫറെന്റ് ഗമീറ്റ് ഇവിടെ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള ക്രോസിംഗ് ആണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീമെയിൽ ഗമീറ്റ്സ്. ഇതാണ് 2 ഡിഫറെന്റ് ടൈപ്പ് മെയിൽ ഗമീറ്റ്. അപ്പൊ നോക്ക്, ഞാൻ ഈ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന കുട്ടീനെയാണ് ഇപ്പം എഴുതാൻ പോകുന്നത്. അതായത് ഞാൻ ഈ ഒരു ഗമീറ്റ് സെലക്ട് ചെയ്യാണ്, എന്നിട്ട് അവര് ഈ സ്പേമുമായിട്ടും അതുപോലെ ഈ സ്പേമുമായിട്ടും കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന കുട്ടികൾ ആരാണ് എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നോക്കിക്കോ. അപ്പം ആ ഒരു ഗമീറ്റ് എന്ന് പറയുമ്പോൾ ഈ ആളുടെ എക്സ് ആൻഡ് ഈ ആളുടെ എക്സ്, ഇതാണല്ലോ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഈ എക്സും ഈ വൈയും തമ്മിലുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഓക്കെ, അത് ഞാൻ ഇവിടേക്ക് കാണിക്കാം. ഈ എക്സും ആൻഡ് ഇവിടെ വൈയും. ശരിയാണല്ലോ? അപ്പം ഞാൻ ഇവിടെ എന്ത് കഴിഞ്ഞു? ഈ ഒരു ടൈപ്പ് ഗമീറ്റിൽ ഈ ഒരു ടൈപ്പ് ഓവവും ഈ 2 ടൈപ്പ് സ്പേമും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഇവിടെ ബ്രൗൺ ആയിട്ടുള്ള ബോഡി ആയിരിക്കും, അതുപോലെ തന്നെ റെഡ് ആയിട്ടുള്ള ഐയും ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പം അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ വൈ പ്ലസും അതുപോലെ ഡബ്ല്യു പ്ലസുമാണ് ഉണ്ടാവാൻ പോകുന്ന കുട്ടി എന്ന് പറയുന്നത്. ഇതാണ് ഫീനോടൈപ്പ്. ഈ പറയുന്ന ആളെന്ന് പറയുന്നത് എന്താ? പാരന്റൽ ടൈപ്പ് ആണല്ലോ. ഓക്കെ, ഇവിടെയും തന്നെ വൈ പ്ലസും ഡബ്ല്യു പ്ലസുമാണ് ഉണ്ടാവാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ഇതാണ് ഉണ്ടാവാൻ പോകുന്ന കുട്ടി. ബ്രൗൺ ബോഡി ആയിരിക്കും, റെഡ് ഐയും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ഗമീറ്റിന്റെ കാര്യമല്ലേ ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഗമീറ്റിനെ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഈ ഒരു ഗമീറ്റും ഇവർ രണ്ടാളും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പോസിബിൾ കോമ്പിനേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഈ ഒരു ഗമീറ്റ് ഞാൻ എടുത്തു, അതിനുശേഷം അതുപോലത്തെ ഒരാളുമായിട്ടും അല്ലേ ഫ്യൂസ് ചെയ്യാ. ശരിയല്ലേ? ഇനി ഞാൻ ഇയാളും തമ്മിലുള്ളതാണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ വരച്ചു ആൻഡ് ഇവിടെ ഒരു എക്സ് വൈ വരച്ചു. ക്ലിയർ ആണല്ലോ? അപ്പം ഇയാളെ എക്സ് എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ്? ഇയാളെന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. ഇയാളെ എക്സ് വൈ എന്ന് പറയുന്നത് ഇയാള് മെയിൽ ആണ്. ഇയാളെ എക്സ് എന്ന് പറയുന്നത് ഇയാള് ഫീമെയിൽ ആണ്. ഇയാളെ എക്സ് വൈ എന്ന് പറയുന്നത് ഇയാള് മെയിൽ ആണ്. ശരിയല്ലേ? അപ്പോ ഇവിടെ വൈയും ഡബ്ല്യു ആണല്ലോ ഒരുമിച്ച് വരുന്നത്. വൈയും ഡബ്ല്യു ആണ് ഒരുമിച്ച് വരുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. വൈയും ഡബ്ല്യു ആണെങ്കിൽ യെല്ലോ ബോഡിയും ആയിരിക്കും, വൈറ്റ് ഐയും ആയിരിക്കും. സിമിലർലി ഇവിടെയും വൈയും ഡബ്ല്യു ആണ്, അതിന് ഹോമലോഗസ് ആയിട്ട് ഇവിടെ ഒരു ക്രോമസോം ഇല്ല, അതുകൊണ്ട് വൈയും ഡബ്ല്യു അതുപോലെ അങ്ങ് എക്സ്പ്രസ് ആവും. അപ്പൊ എന്താ സംഭവിക്കുക? യെല്ലോ ബോഡി ഉള്ളയും വൈറ്റ് ഐ ഉള്ളയും ഇതുപോലത്തെ ഒരു ഡ്രോസോഫില ആയിരിക്കും ഉണ്ടായിരിക്കുക.
അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത ഗമീറ്റ് എന്ന് പറയുന്നത് റീകോമ്പിനന്റ് ഗമീറ്റ് ആണോ? അല്ല, പാരന്റൽ ടൈപ്പ് ഗമീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാരന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പാരന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പാരന്റ് ഉണ്ട്, പാരന്റ് ഉണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ആളുകൾ എല്ലാവരും പാരന്റൽ ടൈപ്പ് കുട്ടികളാണ്. ഈ പറയുന്ന F2 ജനറേഷനിലുള്ള ഈ ഓസ്പ്രിങ്സ് എല്ലാം പാരന്റൽ ഓസ്പ്രിങ്സ് ആണ്, പാരന്റൽ ടൈപ്പ് ഓസ്പ്രിങ്സ് ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ റീകോമ്പിനന്റ് ഗമീറ്റ്സ് അനലൈസ് ചെയ്യാൻ പോകുന്ന പോലുള്ളൂ. അപ്പൊ ഈ റീകോമ്പിനന്റ് ഗമീറ്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ ഈ റീകോമ്പിനന്റ് ഗമീറ്റും ഈ രണ്ട് ഗമീറ്റും തമ്മിലുള്ള ക്രോസിംഗ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ റീകോമ്പിനന്റ് ഗമീറ്റ് നമുക്ക് നോക്കി നോക്കാം. ഈ റീകോമ്പിനന്റ് ഗമീറ്റ് ഒരാൾ ഇങ്ങനെയും വരും ആൻഡ് ഒരാള് ഇങ്ങനെയും വരും, ശരിയല്ലേ? ഇനി ഒരാള് ഇങ്ങനെയും വരും ആൻഡ് ഒരു Y ക്രോമസോമും വരും. ഞാൻ ഈ വരച്ചത് എങ്ങനെയാ? ഈ ക്രോസ് ആണ്. ഇവിടെ ഞാൻ വരച്ചത് എന്താ? ഈ ക്രോസ് ആണ്. ക്ലിയർ ആണല്ലോ? അടിപൊളിയായിട്ട് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന കുട്ടി എന്ന് പറയുന്നത് ഇയാള് XX ആണ്, ഫീമെയിൽ ആയിരിക്കും. ഇയാൾ XY ആണ്, മെയിൽ ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ Y ആണ് എന്തായാലും എക്സ്പ്രസ് ചെയ്യാം, യെല്ലോ ബോഡി ആയിരിക്കും. ഇവിടെ നോക്ക്, W പ്ലസും ഉണ്ട്, W ഉണ്ട്. ഇയാൾ ഡോമിനന്റ് ആണ്, മറ്റേയാൾ റെസസീവ് ആണ്. അപ്പൊ W പ്ലസ് അല്ലേ എക്സ്പ്രസ് ചെയ്യുക? W പ്ലസ് എന്ന് പറയുന്നത് എന്താ? റെഡ് ഐ ആണ്, ശരിയാണല്ലോ? അപ്പൊ ഇയാളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ W ആൻഡ് സ്മോൾ Y ആൻഡ് W പ്ലസ്, യെല്ലോ ബോഡിയുമായിരിക്കും ആൻഡ് റെഡ് ഐയും ആയിരിക്കും. സിമിലർലി ഇയാളും വൈയും W പ്ലസും ആവുമല്ലോ. യെസ്, അപ്പൊ ഇയാളുടെയും ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെല്ലോ ബോഡിയും റെഡ് ഐയും ആയിരിക്കും. അതില് ഈ ആള് ഫീമെയില്, ഈ ആൾ എന്ന് പറയുന്നത് മെയില്. ഇത്ര വ്യത്യാസമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഗമീറ്റ് ഫ്യൂസ് ചെയ്യുകയാണെങ്കിലുള്ള രണ്ട് സാധ്യതകളാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ഈ ഒരു ഗമീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലോ ആ ഗമീറ്റ്. ആ ആളും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഓസ്പ്രിങ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇതല്ലേ വരച്ചത്? യെസ്, അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷനും പോസിബിൾ ആണ്. അതും കൂടെ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഈ ഒരു കോമ്പിനേഷനും അതുപോലെ ഒരു Y ക്രോമസോം, ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അതിന് തന്നെ ഈ ആൾ എന്ന് പറയുന്നത് XX ഫീമെയിൽ ആയിരിക്കും, ഇത് XY എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ Y പ്ലസും ഉണ്ട്, Yയും ഉണ്ട്. ഈ ആള് മാത്രമേ ഡോമിനന്റ് ആയിട്ടുള്ളൂ. Y പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൗൺ ബോഡി. അപ്പൊ ഇയാൾക്ക് ബ്രൗൺ ബോഡി ആയിരിക്കും. പിന്നെ W ആണ് രണ്ടും. W എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ഐ ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ആളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്? Y പ്ലസും ആയിരിക്കും, ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് Y പ്ലസും ആയിരിക്കും ആൻഡ് W ആയിരിക്കും. Y പ്ലസ് W എന്ന് പറയുന്നത് ബ്രൗൺ ബോഡിയും വൈറ്റ് ഐയും ആയിരിക്കും. സിമിലർലി ഇവിടെ നോക്ക്, Y പ്ലസും W മാത്രമല്ലേ ഉള്ളൂ. Y പ്ലസും W മാത്രം എന്ന് പറഞ്ഞാല് Y പ്ലസും W എന്ന് പറയുന്നത് വൈറ്റ് ഐ. പക്ഷെ ഈ ആൾ എന്ന് പറയുന്നത് ഫീമെയിലും ഈ ആള് മെയിലും. ആ ഒരു വ്യത്യാസം മാത്രമേ കാണിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ കണ്ട ഈ ഗമീറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? റീകോമ്പിനന്റ് ഗമീറ്റ്സ് അല്ലേ? നോക്ക്, യെല്ലോ ബോഡി റെഡ് ഐ ഉള്ള പാരന്റ് ഇല്ലായിരുന്നു, ശരിയല്ലേ? അപ്പൊ ഇയാള് റീകോമ്പിനൻസ് ആണ്. അതുപോലെ ബ്രൗൺ ബോഡി വൈറ്റ് ഐ എന്ന് പറയുന്ന പാരന്റ് ഇല്ലായിരുന്നു, അപ്പൊ ഇയാള് റീകോമ്പിനൻസ് ആണ്. അതല്ല, വേറൊരു ആംഗിളിലും കൂടെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ വന്ന ഗമീറ്റ്സ് എല്ലാം എന്താണ്? റീകോമ്പിനന്റ് ഗമീറ്റ്സ് ആണ്. ഉണ്ടായ കുട്ടികൾ എന്താ? റീകോമ്പിനൻസ് ആണ്, ശരിയല്ലേ? റീകോമ്പിനൻസ് ആണ്. ഇനി റീകോമ്പിനൻസ് എത്ര പെർസെന്റേജ് ആണ് ഉണ്ടായത് എന്ന് ചോദിച്ചാല് വെറും 1.3% റീകോമ്പിനൻസ് മാത്രമേ F2 ജനറേഷനിൽ നമ്മൾ കണ്ടുള്ളൂ. 98.7% ഓസ്പ്രിങ്സും പാരന്റൽ ടൈപ്പ് ആയിരുന്നു. അതായത് ഈ ക്രോസ് നടത്തുന്ന സമയത്ത് മോർഗൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോയില് ഓസ്പ്രിങ്സ് വരുമെന്നായിരുന്നു. ഇതിൽ തന്നെ ഈ 6 ഓസ്പ്രിങ്സ്, അതായത് 6 out of 16 ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത് ആരാണ്? റീകോമ്പിനൻസ് ആയിരുന്നു, ശരിയല്ലേ? മെന്റലിന് കിട്ടിയ
6 out of 16 ഓഫ്സ്പ്രിങ്സും റീകോമ്പിനൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ റീകോമ്പിനൻസ് വളരെ കുറവാണ് ആൻഡ് പാരന്റൽ ടൈപ്പ് വളരെ കൂടുതലാണ്. അപ്പോ ഈ ഒരു ക്രോസിൽ കിട്ടുന്ന വളരെ കുറവ് റീകോമ്പിനൻസിനെ നമ്മൾ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുക? ലിങ്ക്ഡ് ജീൻസ് ആണ് നമ്മൾ പറഞ്ഞു. ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ തന്നെ എപ്പോഴാണ് റീകോമ്പിനൻസ് കുറയുക എന്നാ നമ്മൾ പറഞ്ഞത്? ഈ ലിങ്ക്ഡ് ജീൻസ് വളരെ അടുത്താണ് വരുന്നത് എങ്കിൽ, കംപ്ലീറ്റ് ലിങ്കേജ് ആണ് കാണിക്കുന്നത് എങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറവായിരിക്കും എന്നല്ലേ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. ഇതായിരുന്നു മോർഗൻ കൊടുത്ത എക്സ്പ്ലനേഷൻ. അപ്പോ മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിലും മെന്റൽ പീ പ്ലാന്റിൽ നടത്തിയ അതേ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുകയാണ്. പക്ഷേ സിഗ്നിഫിക്കന്റ്ലി 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു. അതിനുള്ള കാരണം ലിങ്ക്ഡ് ജീൻസ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജീനുകൾ എക്സ് ക്രോമസോമിലാണ് ഉള്ളത്. സോ എക്സ് ലിങ്ക്ഡ് ആണ്. ഇനി ഒന്നാമത്തെ ക്രോസ് ആയിട്ടുള്ള ബോഡി കളറും ഐ കളറും വരുന്ന ക്രോസ് റീകോമ്പിനന്റ് ഫ്രീക്വൻസി വളരെ കുറവാണ്. 1.3% ആണെന്ന് പറഞ്ഞാൽ ദേ ആർ ടൈറ്റ്ലി ലിങ്ക്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിങ്കേജ് കാണിക്കുന്നു എന്ന എക്സ്പ്ലനേഷൻ ആണ് TH മോർഗൻ കൊടുത്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ പറയുന്ന ക്രോമസോംസ് എക്സ് ക്രോമസോമിന്റെ മുകളിലാണല്ലോ ഈ രണ്ട് ജീൻസ് വരുന്നത്. അവര് വളരെ അടുത്താണ് വരുന്നത് എങ്കിൽ അവരുടെ ഇടയില് ക്രോസ് ഓവർ നടക്കാനുള്ള സാധ്യത കുറവാണ്. റീകോമ്പിനന്റ് ഗമീറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. റീകോമ്പിനന്റ് ഗമീറ്റ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? റീകോമ്പിനന്റ് ഓസ്പ്രിങ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് 1.3% മാത്രമേ റീകോമ്പിനന്റ് ഫ്രീക്വൻസി ഉള്ളൂ. റിമൈനിങ് 98.7% എന്താണ്? പാരന്റൽ ടൈപ്പ് ആണ്. ക്ലിയർ ആണോ? അപ്പം ഒന്നാമത്തെ ക്രോസ് എന്താ എന്നുള്ളത്, നമ്മുടെ NCERT ക്രോസ് എ എന്ന് വിളിക്കുന്ന ക്രോസ് എന്താ എന്നുള്ളത് മനസ്സിലായല്ലോ. സിമിലർലി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ക്രോസും മോർഗൻ ചെയ്തു. രണ്ടാമത്തെ ക്രോസിനെ രണ്ടാമത്തെ ക്രോസ് എന്താണ്? ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അവിടെ രണ്ട് ക്യാരക്ടർ ആണ് തെരഞ്ഞെടുത്തത്. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് വിങ്ങിന്റെ സൈസ്. ലാർജ് വിങ്ങുള്ള ഫീമെയിലിനെയും ചൂസ് ചെയ്തു ആൻഡ് മിനിയേച്ചർ വിങ്ങുള്ള ചെറിയ വിങ്ങുള്ള മെയിലിനെയും ചൂസ് ചെയ്തു. ആൻഡ് രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഐ കളർ തന്നെ, റെഡ് ഐ ഫീമെയില് ആൻഡ് വൈറ്റ് ഐ എന്ന് പറയുന്നത് മെയിലിനും ചൂസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് രണ്ടാമത്തെ ക്രോസ്, അതായത് ക്രോസ് ബി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കൺസിഡർ ചെയ്ത ക്യാരക്ടേഴ്സ് വിങ് സൈസും അതുപോലെ ഐ കളറുമാണ്. ഈ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനും, ഈ രണ്ട് ജീനുകളും എക്സ് ക്രോമസോമിലാണ്, അതുകൊണ്ട് എക്സ് ലിങ്ക്ഡ് ആണ്. പക്ഷെ ഇവിടെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. നോക്ക്, ക്രോസ് 2 ക്രോസ് ബിയില് വരുന്ന സമയത്ത് ഈ പറയുന്ന ജീനാണ് ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീന്. ഈ കാണുന്ന ജീനാണ് വിങ് സൈസിനെ കൺട്രോൾ ചെയ്യുന്ന ജീന്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്ക്, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ജീൻ എന്ന് പറയുന്നത് രണ്ടും അടുത്തായിരുന്നു, ശരിയല്ലേ? ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന ക്രോസ് ബിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്ന രണ്ട് ജീൻ എന്ന് പറയുന്നത് ദൂരെയാണ്. അപ്പം ഇതിന്റെ ഇടയിൽ ക്രോസിംഗ് ഓവർ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, ഇതിന്റെ ഇടയിൽ ക്രോസ് ഓവർ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇവിടെ രണ്ട് ജീൻസ് ദൂരെയാണ്, രണ്ട് ലിങ്ക്ഡ് ജീൻസ് ദൂരെയാണ് ഉള്ളത് എങ്കിൽ ക്രോസ് ഓവർ അതിന്റെ ഇടയിൽ നടക്കാനുള്ള സാധ്യത കൂടും. റീകോമ്പിനന്റ് ഗമീറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. റീകോമ്പിനന്റ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടും. അപ്പൊ നോക്ക്, റീകോമ്പിനന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര പെർസെന്റേജാ? 37% ആണ്. റിമൈനിങ് 62% എന്താണ്? പാരന്റൽ ടൈപ്പ് ആണ്. പക്ഷേ ക്രോസ് എ ആയിട്ട് നമ്മൾ ഇനി കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അവിടെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി 1.3% ആണ് ആൻഡ് ഇവിടെ പാരന്റൽ ടൈപ്പ് 98.7% ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ച കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ലിങ്ക്ഡ് ജീൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഇടയിൽ ക്രോസ് ഓവർ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടും. അങ്ങനെ ക്രോസ് ഓവർ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടിയാൽ
നമ്പർ ഓഫ് റീകോമ്പിനൻസ് കൂടും, അതായത് റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടും. ഇവിടെ രണ്ടാമത്തെ ക്രോസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ജീനുകൾ തമ്മിലുള്ള ദൂരം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് റീകോമ്പിനന്റ് ഫ്രീക്വൻസി 37.2 വരുന്നത്. ആൻഡ് ആദ്യത്തെ ക്രോസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ജീന് ക്ലോസ് ടുഗദർ ആണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി 1.3% ആയത്. ഇതാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ക്രോസ് എയും ക്രോസ് ബിയിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് എയിൽ കൺസിഡർ ചെയ്യുന്ന ജീനുകളുടെ ദൂരം വളരെ കുറവാണ്. സോ ദാറ്റ് റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറവായിരിക്കും. ഇനി ക്രോസ് ബിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐ കളറും അതുപോലെ വിങ് സൈസും ഇവരെ തമ്മിലുള്ള ജീൻസ് എക്സ് ക്രോമസോമിൽ തന്നെയാണ്, പക്ഷെ ഇവര് ഫാർ അപ്പാർട്ടാണ്. സോ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾക്ക് ഈ ഒരു ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ലിങ്ക്ഡ് ജീൻസിൽ രണ്ട് ജീൻസ് ദൂരെയാവുമ്പം റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടും, അടുത്തടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറയും. ഇവിടെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറവാണ്, രണ്ട് ജീന് അടുത്തടുത്താണ്. ഇവിടെ രണ്ട് ജീന് ദൂരെയാണ്, സോ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാരാ നമുക്ക് പറഞ്ഞു തന്നത്? TH മോർഗനാണ്. TH മോർഗന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ്. അപ്പൊ ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയേ? രണ്ട് ജീൻസ് ദൂരെ ഒരേ ക്രോമസോമിൽ വരുന്ന രണ്ട് ജീൻസ് ദൂരെയാണെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അടുത്തടുത്താണെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പൊ ഒരു ക്രോമസോമിൽ വരുന്ന രണ്ട് ജീനുകളുടെ റിലേറ്റീവ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ക്രോമസോമിൽ വരുന്ന ജീനുകളുടെ മാപ്പിംഗ് ചെയ്യാൻ ഒരു പുതിയ ടെക്നിക്ക് ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ് കൊണ്ടുവന്നു. ആ ടെക്നിക്കിന്റെ പേരാണ് ജീൻ മാപ്പിംഗ്. അപ്പൊ ആരായിരുന്നു ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ്? നമ്മളുടെ TH മോർഗന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഐഡിയ കിട്ടിയത്? നമ്മളിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ്. ലിങ്ക്ഡ് ജീൻസിൽ രണ്ട് ജീനുകൾ ദൂരെയാണെന്നുണ്ടെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അടുത്താണെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാല് ഒരു ക്രോമസോമിന്റെ അകത്ത് ഇതൊരു ക്രോമസോമിന്റെ അകത്ത് രണ്ട് ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. ഓക്കെ, ഈ എയും ബിയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുക. അപ്പോ റീകോമ്പിനന്റ് ഫ്രീക്വൻസി 5% ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ഇനി വേറെ ഒരു ക്രോസ് നടത്തുക, അതായത് ഒരേ ക്രോമസോമിന്റെ മുകളിലാണ് എയും ബിയും വരുന്നത് എന്ന് വിചാരിക്കുക. എയും ബിയും ഇപ്പൊ ദൂരെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5-നേക്കാട്ടിലും കൂടുതലായിരിക്കുമല്ലോ. ഒരു 12% ആണ് റീകോമ്പിനന്റ് ഫ്രീക്വൻസി എന്ന് വിചാരിക്കാം. അപ്പോ ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ് പുതിയൊരു ഐഡിയ പ്രപ്പോസ് ചെയ്തു. ഈ റീകോമ്പിനന്റ് ഫ്രീക്വൻസി വെച്ച് നമുക്ക് ഏകദേശം ഈ പറയുന്ന നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ജീനിന്റെ ദൂരം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയാ. ഒരേ ക്രോമസോമിൽ വരുന്ന ജീനുകളുടെ റിലേറ്റീവ് പൊസിഷൻ പറയുന്ന ടെക്നിക്കാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ് 1% റീകോമ്പിനന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരേ ക്രോമസോമിൽ വരുന്ന രണ്ട് ജീനുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ 1 മാപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ ആൽഫ്രഡ് സ്റ്റേർട്ടിവെന്റ് പറഞ്ഞത്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ജീന് അതിൽ നിന്നും കിട്ടുന്ന ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി ഇല്ലേ, 1% ആണ് റീകോമ്പിനന്റ് ഫ്രീക്വൻസി എങ്കിൽ ആ രണ്ട് ജീന് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1 മാപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ സെന്റിമോർഗൻ അപ്പാർട്ട് ആണ് എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ജീനുകൾ, അവരുടെ റീകോമ്പിനന്റ് ഫ്രീക്വൻസി 5% ആണ് എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ഒരേ ക്രോമസോമിലാണ് ഇവർ ഇരിക്കുന്നത്, ഇവര് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 5 മാപ്പ് യൂണിറ്റ് അഥവാ സെന്റിമോർഗൻ അപ്പാർട്ട് ആണ് എന്നാണ് അർത്ഥം.
ക്ലിയർ ആണല്ലോ. ഇനി എയും ബിയും ദൂരെ ദൂരെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ റീകോമ്പിനന്റ് ഫ്രീക്വൻസി 12% വന്നേ. ഈ 12% റീകോമ്പിനന്റ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ 12 സെന്റിമോർഗൻ അപ്പാർട്ടാണ് എയും ബിയും എന്ന് നമുക്ക് പറയാം. 12 സെന്റിമോർഗൻ അല്ലെങ്കിൽ 12 മാപ്പ് യൂണിറ്റ് അപ്പാർട്ടാണ് ഇവരുടെ ദൂരം എന്ന് പറയാം. അപ്പം എന്താണ് മോർഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രണ്ട് ജീനുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കുറവായിരിക്കും. ദൂരെയാണെന്നുണ്ടെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ആൽഫ്രഡ് സ്റ്റേർട്ടീവന്റ് അതിനെ വേറൊരു ആംഗിളിൽ കണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീകോമ്പിനന്റ് ഫ്രീക്വൻസി നോക്കിയിട്ട് ജീനിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചു. ശരിയാണ്. 1% റീകോമ്പിനന്റ് ഫ്രീക്വൻസി ഈസ് ഇക്വലന്റ് ടു 1 സെന്റിമോർഗൻ അല്ലെങ്കിൽ ഒരു മാപ്പ് യൂണിറ്റ് ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിച്ചു. അപ്പം 10% ആണ് റീകോമ്പിനന്റ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ആ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 സെന്റിമോർഗൻ ആയിരിക്കും, അഥവാ 10 മാപ്പ് യൂണിറ്റ്സ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് ആൽഫ്രഡ് സ്റ്റേർട്ടീവന്റ് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. ആ മെത്തേഡിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയാ. ഈ ജീൻ മാപ്പിംഗ് ഒരു ക്രോമസോമിലുള്ള എല്ലാ ജീൻസിന്റെയും റിലേറ്റീവ് പൊസിഷൻ നമുക്ക് പറഞ്ഞുതരും. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലെല്ലാം ഇത് വൈഡ്ലി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ബയോളജിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ തീർക്കുന്നതാണ്. അതെല്ലാം അപ് ടു ഡേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് സജഷൻസും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.